ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് ഓർത്തോ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഒറ്റപ്പാലം BRC ഭിന്നശേഷി കുട്ടികൾക്ക് ഓർത്തോ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പരിപാടി അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സുനീറ മുജീബ്, ഫൗസിയ ഹനീഫ, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ K പ്രഭാകരൻ, PM വെങ്കടേശ്വരൻ, M ബിന്ദു, MP പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. വീൽ ചെയർ, റോളറ്റർ സ്റ്റാൻഡിംഗ് ഫ്രെയിം, ഓർത്തോട്ടിക് ഷൂസ്, കോർണർ സീറ്റ്, കോക്കപ്പ് സ്പ്ലിന്റ്, പെഡൽ എക്സൈസർ തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ LGMLന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ നേതൃത്വത്തിൽ മണ്ണൂർ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. LGML ജില്ലാ ട്രഷറർ VM അൻവർ സാദിഖ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളം മുഴുവൻ മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും ഇതുപോലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അധികാര വികേന്ദ്രീകരണം എന്ന തത്വം അട്ടിമറിച്ച് പ്രാദേശിക സർക്കാരുകളായ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളെയും നഗരസഭകളെയും നോക്കുകുത്തികളാക്കിയ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് LGML നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുൻപിലും ലീഗ് ജനപ്രതിനിധികളുടെ സമരം നടക്കുന്നത്. വർഷം അവസാനിക്കാൻ 2.5 മാസം അവശേഷിക്കെ സംസ്ഥാന പദ്ധതി ചെലവ് 35% മാത്രമായി ചുരുക്കിയത് സർക്കാരിന്റെ അനാവശ്യ ഇടപെടൽ കൊണ്ടാണെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ട്രഷറിയിൽ തടഞ്ഞുവെക്കുന്ന സർക്കാർ സമീപനം അവസാനിപ്പിക്കണമെന്നും ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്തുക, അധിക തസ്തിക അനുവദിക്കുക, തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവരുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LGML പ്രത്യക്ഷ സമരം നടത്തുന്നത്. ലീഗ് ജനപ്രതിനിധികളുള്ള എല്ലാ സ്ഥാപനങ്ങൾക്ക് മുന്നിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. മണ്ണൂർ പഞ്ചായത്ത് മെമ്പർ റെജില PUവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി KP മുനീർ, ട്രഷറർ സാദിഖ് അലി, സുലൈമാൻ PS, ഹസീന CH, ഷബിത, സഫീർ, ജബ്ബാർ, റുബീന, നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ ലോക് അദാലത്ത് 657 കേസുകൾ തീർപ്പാക്കി. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ കോടതികളിൽ നടത്തിയ നാഷണൽ ലോക് അദാലത്തിൽ 657 കേസുകൾ തീർപ്പാക്കി. വിവിധ കേസുകളിലായി 11,98,85,045 രൂപ വിധിച്ചു. വാഹനാപകട നഷ്ടപരിഹാര കേസുകളിൽ അർഹരായ ഇരകൾക്ക് 9,03,62,500 രൂപ നഷ്ടപരിഹാരം ലഭിച്ചു. ദേശസാൽകൃത സ്വകാര്യ ബാങ്കുകൾ അടക്കമുള്ള വായ്പാ പരാതികളിൽ 2,43,97,525 രൂപ തിരിച്ചടവായി ലഭിച്ചു. മജിസ്ട്രേറ്റ് കോടതികളിൽ നടന്ന സ്പെഷ്യൽ സിറ്റിംഗിൽ 6,626 പെറ്റി കേസുകളിൽ നിന്നായി സർക്കാരിന് 82,77,800 രൂപ പിഴയിനത്തിൽ ലഭിച്ചു. മെഗാ അദാലത്തിന് ജില്ലാ ജഡ്ജി K അനന്തകൃഷ്ണൻ അവാർഡ്, അഡീഷണൽ ജില്ലാ ജഡ്ജി R വിനായക റാവു, ലീഗൽ അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ K മിഥുൻ റോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാടും പ്രജാഹിത ഫൗണ്ടേഷനും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ജനുവരി 21 ഞായറാഴ്ച പാലപ്പുറം ലക്ഷ്മി നാരായണ വിദ്യാനികേതനിൽ വെച്ചാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സര ദിവസം രാവിലെ 9 മണി മുതൽ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്ത് മത്സരത്തിൽ പങ്കെടുക്കാം. വിദ്യാർത്ഥികളിലെ പൊതുവിജ്ഞാനത്തിലുള്ള അറിവ് വർദ്ധിപ്പിക്കുക, പാഠപുസ്തകത്തിന് പുറത്തുള്ള ലോകത്തെക്കുറിച്ചും അവബോധമുള്ളവരാക്കി തീർക്കുക എന്നത് ലക്ഷ്യമിട്ട് ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാടും പ്രജാഹിത ഫൗണ്ടേഷനും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ജനുവരി 21 ഞായറാഴ്ച പാലപ്പുറം ലക്ഷ്മി നാരായണ വിദ്യാനികേതനിൽ വെച്ചാണ് ക്വിസ് മത്സരം നടക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഒരു വിദ്യാലയത്തിൽ നിന്ന് 2 പേരടങ്ങുന്ന ടീമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. ഞങ്ങൾ ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാട് ഒറ്റപ്പാലം ഒരു ഗ്രൂപ്പാണ്. റിട്ടയർഡ് ആൾക്കാരും പിന്നെ ഒരു NGO ഒരു പ്രജാഹിത ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടിയിട്ടൊരു ഇത് ക്വിസ് ഗ്രൂപ്പ് ഫോം ചെയ്താണ്. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ക്വിസ് എൻതൂസിയാസ്റ്റ്. ക്വിസിൽ താല്പര്യമുള്ള കുട്ടികളും പിന്നെ ചെറുപ്പക്കാരും പ്രായം ചെന്ന ആൾക്കാരും ക്വിസിൽ താല്പര്യമുള്ളവർ എല്ലാവർക്കും ഒരു വേദി ഒരുക്കി കൊടുക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ ഒന്ന് മിസ്റ്റർ വേണുഗോപാൽ. ഹീ ഈസ് ദി സെക്കൻഡ് സെക്രട്ടറി, റിട്ടയർ ചെയ്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ. വേണുഗോപാൽ സെക്കൻഡ് സെക്രട്ടറി ഇൻ ദി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലായിരുന്നു. ഇദ്ദേഹം ഇന്ത്യയുടെ പുറത്ത് എല്ലാ കുറേ എംബാസീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയർ ചെയ്ത് വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, സംതിങ് ടു ഗിവ് ബാക്ക് ടു ദി സൊസൈറ്റി, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ യങ്സ്റ്റേഴ്സാണ് ഹു നീഡ് ലോട്ട് ഓഫ് ഗൈഡൻസ്, പ്രത്യേകിച്ച് ഹൗ ടു ഫേസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്. അതൊക്കെ അതിൻ്റെ ഉള്ളൊരിതാണ്. എവിടെയും ക്വിസിംഗ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രജാഹിത ഫൗണ്ടേഷനും സംയുക്തമായാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകും വിധത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുമായി മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം 2021 തീയതി, അതായത് ഞായറാഴ്ച ലക്ഷ്മി നാരായണ വിദ്യാനികേതനിൽ നമ്മളൊരു ക്യൂസ് പ്രോഗ്രാം കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സ്കൂളിൽ നിന്ന് 2 പേരുടെ ഒരു ടീമിനെയാണ് നമ്മൾ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അവരുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല റെസ്പോൺസ് ഉണ്ട്. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പാലക്കാട് DD ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അതിൻ്റെ കൂടെ പ്രൈസ് മണി കൊടുക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ലോജിസ്റ്റിക്സ് പാർട്ണറായിട്ടും ആ വെന്യൂ നമുക്ക് തന്നതും ലക്ഷ്മി നാരായണ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർപേഴ്സൺ മിസ്റ്റർ രാമകൃഷ്ണനാണ്. അപ്പോൾ അങ്ങനെ പല ആളുകളുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേയൊക്കെ കുട്ടികൾ സ്ഥിരമായിട്ട് വായിക്കുകയും പേപ്പർ വായിക്കുക, നല്ല ബുക്സ് തിരഞ്ഞെടുത്ത് വായിക്കുക, GK കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ട്, അതെല്ലാം ഉണ്ടായിരുന്നു. മൊബൈലിൻ്റെ വല്ലാത്തൊരു ഉപയോഗം കാരണം കൊണ്ട് കുട്ടികളുടെ വായനാശീലം വളരെ നഷ്ടപ്പെടുകയും അവർ ചെറിയൊരു തുരുത്തിലേക്ക് മാറുകയും ചെയ്തു. എല്ലാത്തിനും അവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ വരും തലമുറയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹരിഗോവിന്ദ് സാറെ പോലെയുള്ള, വേണു സാറെ പോലെയുള്ള കുറേ ആളുകൾ ഈ ഒരു കൾച്ചർ നമുക്ക് മാറ്റണം, കുട്ടികളിലേക്ക് വായനാശീലം തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ കുട്ടികളുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്തിട്ട് നാളെ അവർ ലൈഫിൽ വലിയ വലിയ എക്സാംസും മറ്റുള്ള കാര്യങ്ങളും ഫേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയണം എന്നുള്ള രീതിയിലാണ് ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാട് എന്ന് പറഞ്ഞൊരു ആശയം രൂപപ്പെടുകയും അത് ആദ്യമായിട്ടൊരു ഇവൻറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ലോഞ്ച് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാടിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യ പരിപാടിയും കൂടിയാണ് ഈ ക്വിസ് മത്സരം. ഈ ക്വിസ് മത്സരത്തിന് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രോത്സാഹനം ലഭിക്കുകയാണെങ്കിൽ വരും മാസങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികളുമായി ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാട് സജീവമാകുമെന്ന് ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാടിൻ്റെ ഭാരവാഹികളായ ഹരിഗോവിന്ദ് മേനോൻ, R. വേണുഗോപാൽ, പ്രജാഹിത ഫൗണ്ടേഷൻ്റെ ഭാരവാഹിയായ സാജൻ രാജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ദേശം ഞങ്ങളുടെ വളരെ ക്ലിയർ ആണ്. ഒരു ക്വിസിംഗ് കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുക പാലക്കാട് ജില്ലയിൽ.
ഒന്ന്, ടു മേക്ക് പാലക്കാട് ഡിസ്ട്രിക്ട് ദി ക്വിസിംഗ് ഹബ് ഓഫ് കേരള. ഇത് രണ്ടെണ്ണം. പിന്നെ ഈ പ്രോഗ്രാം നമുക്ക് പ്രൈസസ് ഒക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒറ്റപ്പാലം മെയിൻ ബ്രാഞ്ചാണ്. ഓക്കെ, അവർ എന്താണ് പറയുക, ഫസ്റ്റ് പ്രൈസ് 10,000 രൂപ, സെക്കൻഡ് 5,000, 3,000 തേർഡ് പ്രൈസാണ് അവർ ഫൈനാൻസ് ചെയ്യാമെന്ന് പറഞ്ഞ്. പിന്നെ നമുക്ക് സ്ഥലവും ഇതൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ലോജിസ്റ്റിക് പാർട്ട്നേഴ്സാണ് നമ്മുടെ ലക്ഷ്മി നാരായണ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അവരോടും നമ്മൾ കടപ്പെട്ടതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. ഇത് ഈ ഒരു പ്രോഗ്രാം വിജയിക്കണമെങ്കിൽ എല്ലാവരും സഹകരിക്കണം എന്നുള്ളത്. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് വാരാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ വാരാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് നിർവഹിച്ചു. ഓരോ പാലിയേറ്റീവ് ദിനത്തിലായാലും മറ്റേതെങ്കിലും സന്ദർഭത്തിലായാലും ഇങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം സംഘടിപ്പിക്കുന്നത് അങ്ങനെ ഒരു പ്രേരണയും പ്രചോദനവും നൽകാൻ ഏറ്റവും സഹായകരമായിരിക്കും. അതിനെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പാലിയേറ്റീവ് ദിനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ കാര്യം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുക. പാലിയേറ്റീവ് നഴ്സ് തുളസിബായ് ഈ വർഷത്തെ ജ്ഞാനമുണ്ട് പരിചരണത്തിന് എന്ന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മെഡിക്കൽ ഓഫീസർ അർച്ചന, ഹെൽത്ത് ഇൻസ്പെക്ടർ രജനി, JHI സുനിത, വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, ആശാവർക്കർമാരായ പുഷ്പ, ഗിരിജ, സുശീല, രമാദേവി, മുൻ വൈസ് പ്രസിഡന്റ് ഹരിദാസ്, വളണ്ടിയർമാരായ കണ്ണൻ, രമ, അശ്വിനി, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തദവസരത്തിൽ വളണ്ടിയർ രമ പാലിയേറ്റീവ് അംഗത്തിന് പുതുവസ്ത്രം നൽകി. പാലിയേറ്റീവ് സന്ദേശ റാലി, പാലിയേറ്റീവ് അംഗങ്ങളുടെ ഫോട്ടോ വിതരണം, സെലിബ്രിറ്റി ഹോം വിസിറ്റ്, ആയുർവേദ ഹോമിയോലോപ്പതി ഡോക്ടേഴ്സിന്റെ ഹോം വിസിറ്റ് എന്നിവ നടന്നു. വാർഡ് തല അവലോകനത്തിൽ പാലിയേറ്റീവ് ചർച്ച, വളണ്ടിയർമാർക്ക് അവയർനെസ് ക്ലാസ് തുടങ്ങി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, വളണ്ടിയർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആഘോഷിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വിദ്യാർത്ഥികളും മുന്നിട്ടിറങ്ങണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര. നമ്മുടെ നാട് പാലക്കാട് മാലിന്യ മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നല്ല ഒരു പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നു വരുന്നുണ്ട്. മാലിന്യ കൂനകൾ എവിടെയാണ് എന്ന് കണ്ടെത്തി അത് എല്ലാ ദിവസവും തന്നെ ക്ലീൻ ചെയ്യുന്നതിന് മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഈ വൃത്തിയാക്കിയ ഇടത്തേക്ക് തന്നെ വേർതിരിക്കാത്ത മാലിന്യങ്ങൾ ഒരുപാട് പേര് വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ നാട് മനോഹരമായിട്ട് മാലിന്യമുക്തമായിട്ട് സൂക്ഷിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം പൊതുജനങ്ങളും കൂടി നിന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവജനങ്ങളുണ്ട്, റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. നിങ്ങളുടെ ഒരു സഹകരണം കൂടി ഈ കാര്യത്തിൽ നമ്മളൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജനസുരക്ഷാ പരിപാടി സംഘടിപ്പിച്ച് കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകി. മോഷണം ലക്ഷ്യമാക്കി ബൈക്കുകളിലെത്തി വിലാസം ചോദിക്കുന്നവർ, അപരിചിതർ എന്നിവരിൽ നിന്നും എത്ര ദൂരം മാറി നിൽക്കണം, ബസ്സുകളിൽ ശല്യം ചെയ്യൽ, പുരുഷന്മാരിൽ നിന്നുള്ള അതിക്രമങ്ങൾ, ഗാർഹിക പീഡനം എന്നിവ ചെറുക്കുന്നതിനുള്ള പരിശീലനമാണ് നൽകിയത്. ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സരള, നാട്ടുകൾ, ചിറ്റൂർ പോലീസ് സ്റ്റേഷനുകളിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ സജിത, ഉഷസ് എന്നിവരാണ് പരിശീലനം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സതീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി രാധ, മെമ്പർ വനജ കണ്ണൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രസന്ന, IRTC അസിസ്റ്റന്റ് കോർഡിനേറ്റർ നിഷ സജിത്, പഞ്ചായത്ത് വനിതാ ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഓരോ വാർഡിലെയും ADS, CDS അംഗങ്ങൾ, മറ്റ് മെമ്പർമാർ തുടങ്ങി 50ഓളം വനിതകൾ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, furniture, home appliances, mobile phone, laptop, computer and accessories.
മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. തൃത്താല മണ്ഡലത്തിലെ റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. തൃത്താല മണ്ഡലത്തിലെ റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് സംസ്ഥാന സർക്കാർ 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മേഴത്തൂർ വട്ടോളിക്കാവ് റോഡ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗമാണ് BM&BC ചെയ്ത റോഡ് നവീകരിച്ചത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറ്റിപ്പുറം തൃത്താല പട്ടാമ്പി ഷൊർണൂർ റോഡ് 20 കിലോമീറ്റർ നവീകരിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 10.50 കോടിയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചതായി മന്ത്രി അറിയിച്ചു. സ്ഥലം ഏറ്റെടുക്കൽ പ്രവൃത്തി പ്രാരംഭഘട്ടത്തിലാണ്. പട്ടാമ്പി പാലമാണ് മറ്റൊരു പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനം കേരളമാണ്. വാഹനപ്പെരുപ്പും രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് നേരിടുന്നുണ്ട്. സംസ്ഥാനത്തെ 20 ജംഗ്ഷനുകൾ നവീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കൂറ്റനാട് ജംഗ്ഷനും നവീകരിക്കുന്നുണ്ട്. കൂറ്റനാട് ജംഗ്ഷൻ നവീകരണത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് 1.256 കോടി രൂപ സർക്കാർ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. കരിയന്നൂർ സുശീലപ്പടി മേൽപ്പാലങ്ങളാണ് മുൻഗണന നൽകുന്ന മറ്റു പദ്ധതികൾ. ഈ 2.5 വർഷം തൃത്താല മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നു. ഒരു പുതിയ തൃത്താലയെ മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ തൃത്താല മാറുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ റോഡുകളെ പരിപാലിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതി നടപ്പാക്കി വരുന്നതായും പ്രവൃത്തിക്കായി 3.14 കോടി രൂപ തൃത്താല മണ്ഡലത്തിൽ സർക്കാർ ചെലവഴിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പട്ടാമ്പി കുറ്റിപ്പുറം തൃത്താല റോഡ് നിലവിൽ കിഫ്ബി പ്രവൃത്തിക്കായി കൈമാറിയിരിക്കുകയാണ്. പ്രവൃത്തിയിൽ കാലതാമസമുണ്ടായാൽ PWD ഫണ്ടിൽ നിന്നും ഓവർലേ പ്രവൃത്തിക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുമെന്നും ടൂറിസം മേഖലയിലും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് അധ്യക്ഷനായി. പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. മേഴത്തൂർ വട്ടോളിക്കാവ് റോഡ് ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2018-19 റോഡിനായി സംസ്ഥാന സർക്കാർ 5 കോടി രൂപ അനുവദിച്ചത്. MLA ആയതിനു ശേഷം മാസത്തിലൊന്ന് എന്ന നിലയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് മുന്നോട്ട് പോയത്. 32 അവലോകന യോഗങ്ങളാണ് ഇതിനുവേണ്ടി നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. തകർന്നു കിടന്ന റോഡുകൾ പുനർനിർമ്മിക്കുക, ഗതാഗത യോഗ്യമാക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. കുരുക്കുകൾ അഴിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ബാലേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അവർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട സംരംഭകത്വവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ഒരു സംരംഭം അല്ലെങ്കിൽ സ്വയം തൊഴിൽ തുടങ്ങാൻ ആവശ്യമായ ലോൺ, സബ്സിഡി, പ്രധാനമായും ലഭിക്കേണ്ട ലൈസൻസ്, ക്ലിയറൻസ് എന്നിവയെ സംബന്ധിച്ച് സംരംഭകരെ പരിചയപ്പെടുത്തുന്നതിനുമായി കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഹോം വർക്ക് സംവിധാനത്തിലേക്ക് IT മേഖല എന്ന നിലയിൽ അമേരിക്കൻ കമ്പനിയുടെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഇപ്പൊ സ്വന്തം വീട്ടിലേക്ക് നിന്ന് അയാളുടെ വീട്ടിലുള്ള നെറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തി ആ പ്രൊജക്ട് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് മുമ്പുണ്ടാകുന്നതിൽ ഒരു മാറ്റമാണ്. അപ്പൊ ഈ മാറ്റം കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഈ മാറ്റം ഉൾപ്പെടെ കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു പ്രഖ്യാപനമാണ്. ഗവൺമെന്റ് പ്രഖ്യാപനം നടന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഈ മാർച്ച് 31 ഈ കേരളത്തിൽ ചെറുതും വലുതായി സംരംഭകരെ കണ്ടെത്തി 1 ലക്ഷം സംരംഭം ആരംഭിക്കുന്ന ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു 1.5 ലക്ഷം വരെയാണ് ചർച്ച ചെയ്തത്. പക്ഷെ 1.5 ലക്ഷം പ്രഖ്യാപിച്ചിട്ട് എനിക്ക് എത്തിയില്ല എന്ന് പറയുന്നൊരു ശരിയല്ല. അതുകൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ കണ്ടെത്തി അത് ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗവൺമെന്റ് ഈ 20 ലക്ഷം തൊഴിൽ എന്ന ഭരണപത്രികയിൽ പറഞ്ഞ വാഗ്ദാനം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി ഒരു നടപടി സ്വീകരിച്ചു. അങ്ങനെ ഒരു നടപടി സ്വീകരിച്ച് ആദ്യ നടപടിയെ കൊണ്ട് മാത്രമല്ല ഗവൺമെന്റ് ആദ്യം ചെയ്തത് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വ്യവസായ വകുപ്പിൽ നിന്ന് നേരിട്ട് ശമ്പളം കൊടുത്തു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വിവിധ തസ്തിക സൃഷ്ടിക്കാറുണ്ട്. ആ തസ്തികയിൽ വരുന്നവർക്ക് തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം
MBA കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അതേപോലെ തന്നെ BTech കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളെ ഓരോ ഇന്റേണുകളായി നിയമിച്ചു ഗ്രാമപഞ്ചായത്തിൽ. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP സിന്ധു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P കനകരാജൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് സംരംഭകത്വ സാധ്യതകൾ എന്ന വിഷയത്തിൽ ട്രെയിനർ അശോക് P ദാസും സംരംഭകർക്കുള്ള വിവിധ സർക്കാർ സബ്സിഡി സ്കീമുകളെ കുറിച്ച് ഒറ്റപ്പാലം വ്യവസായ വികസന ഓഫീസർ നൌഫലും ക്ലാസുകൾ നയിച്ചു. ചരിത്രത്തിൽ ഇന്ന് ദേവേന്ദ്രനാഥ് ടാഗോർ ഓർമ്മദിനം. പ്രമുഖനായ ഒരു ബംഗാളി സാഹിത്യകാരനും ബ്രഹ്മസമാജം പ്രവർത്തകനുമായിരുന്നു മഹർഷി ദേവേന്ദ്രനാഥ് എന്നറിയപ്പെടുന്ന ദേവേന്ദ്രനാഥ് ടാഗോർ. കൊൽക്കത്തയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അച്ഛൻ രാജകുമാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ദ്വാരകാനാഥ് ടാഗോർ പല മഹസ്ഥാപനങ്ങളിലൂടെ 19ാം നൂറ്റാണ്ടിന്റെ പൂർവ്വവാർദ്ധത്തിൽ ബംഗാളി സമൂഹത്തിൽ വലിയ പ്രഭാവം ചെലുത്തിയ അദ്ദേഹം ദ്വാരകാനാഥ് ടാഗോർ പ്രസിദ്ധമായ ജോറൈശങ്കോ തറവാട്ടിൽ ജനിച്ച ദേവേന്ദ്രനാഥ് റാംമോഹൻ റായുടെ സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. പിന്നീട് ഹിന്ദു കോളേജിൽ ചേർന്ന് ബിരുദമെടുത്തു. പഠിത്തം കഴിഞ്ഞ ഉടനെ പിതാവിന്റെ കാർ ടാഗോർ ആൻഡ് കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. അക്കാലത്ത് ദേവേന്ദ്രനാഥ് ഈശോപനിഷത്തിലെ ഒരു ശ്ലോകം വായിക്കാനിടയായി. സമ്പത്തിനോടുള്ള ആർത്തി ഉപേക്ഷിച്ച് ദൈവത്തെ തേടാൻ ഉപദേശിക്കുന്ന ആ ശ്ലോകം ദേവേന്ദ്രനാഥിനെ ചിന്തിപ്പിച്ചു. അച്ഛൻ്റെ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം മതവും തത്വശാസ്ത്രവും പഠിക്കാൻ തുടങ്ങി. ബ്രഹ്മസമാജത്തിലെ അധ്യാപകനായിരുന്ന രാമചന്ദ്ര വിദ്യാവ ഗീശനുമായും രാജാറാം മോഹൻ റായുമായുള്ള അടുപ്പം ദേവേന്ദ്രനെ ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തകനാക്കി മാറ്റി. 1839 ഇദ്ദേഹം തത്വബോധിനി സഭ എന്ന പേരിൽ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. തത്വബോധിനി പത്രിക എന്ന പത്രവും തുടങ്ങി. 1843 ദേവേന്ദ്രനാഥ് ബ്രഹ്മസമാജത്തിൽ ഔദ്യോഗികമായി അംഗമായത്. ഹിന്ദുമതശാസ്ത്രത്തിൽ കത്തോലിക്ക സഭയുടെ പ്രമാണങ്ങൾ അവതരിപ്പിക്കുന്ന ബ്രാഹ്മിക് കവനന്റ് എന്ന ആ വശം തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. 4 ബ്രാഹ്മണ യുവാക്കളെ കാശിയിൽ അയച്ച് 4 വേദങ്ങളും പഠിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തു. വേദങ്ങളോ ഉപനിഷത്തുകളോ വീഴ്ചകൾക്ക് അതീതമല്ലെന്ന വിപ്ലവകരമായ പ്രമേയം ദേവേന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ സമാജം അവതരിപ്പിച്ചതോടെ ബ്രഹ്മസമാജത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായി. ദേവേന്ദ്രനാഥിന്റെ വാഗ്മിത്വവും സന്യാസതുല്യമായ ജീവിതവും ബംഗാളിന് ആകെ ഒരു വിസ്മയമായിരുന്നു. 15 മക്കളുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ പല മക്കളും ലോകപ്രശസ്തരുമായി. മൂത്ത മകൻ ദ്വിജേന്ദ്രനാഥ് കവിയും സംഗീതജ്ഞനും തത്വചിന്തകനും ഗണിതജ്ഞനുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാവ്യപരീക്ഷണങ്ങൾ രവീന്ദ്രനാഥ ടാഗോറിനെയും സ്വാധീനിച്ചു. രണ്ടാമത്തെ മകൻ സത്യേന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സിവിൽ സർവീസിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായി. സംസ്കൃതത്തിലും ബംഗാളിലും ഇംഗ്ലീഷിലും ഇദ്ദേഹം മികവ് കാട്ടി. ഗീതയുടെയും മേഘദൂതിന്റെയും ബംഗാളി പരിഭാഷ നിർവഹിച്ച സത്യേന്ദ്രനാണ് അച്ഛൻ്റെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. 5ാമത്തെ മകൻ ജ്യോതീന്ദ്രനാഥാകട്ടെ സംഗീതജ്ഞനും സംവിധായകനും കവിയും നാടകൃത്തും ദേശീയവാദിയുമായിരുന്നു. മൂത്ത മകൾ സൗദാമിനിയും 5ാമത്തെ മകൾ സ്വർണ്ണകുമാരിയും രവീന്ദ്രനാഥ ടാഗോറും ബംഗാളിൽ പ്രതിഭാവിലാസം പ്രകടമാക്കി. ഇദ്ദേഹം തന്റെ പ്രസിദ്ധമായ ബ്രഹ്മോധർമ്മ എന്ന സംഹിത പ്രസിദ്ധീകരിച്ചു. ഏകദൈവ വിശ്വാസത്തിനും വിഗ്രഹങ്ങളെ തിരസ്കരിച്ചുള്ള ആരാധനയ്ക്കും ഉപോദ്ബലകമായ ഹിന്ദുമത പഠനങ്ങളും ദർശനങ്ങളും അടങ്ങുന്നതാണിത്. ബ്രഹ്മോധർമ്മ ആത്മതത്വ വിദ്യ, ബ്രഹ്മോധർമ്മേർ മത് ഓ ബിസാസ്, ബ്രഹ്മോധർമ്മ വ്യാഖ്യാൻ, ബ്രഹ്മധർമ്മേർ അനുഷ്ഠാൻ പദ്ധതി, ജ്ഞാനോധർമ്മർ ഉന്നതി, പരലോക് ഓ മുക്തി എന്നിവയാണ് ദേവേന്ദ്രനാഥിന്റെ പ്രശസ്ത കൃതികൾ. ആത്മജീവിനി എന്ന ഇദ്ദേഹത്തിന്റെ ആത്മകഥ ആ രംഗത്തെ പ്രതിഷ്ഠ കൃതിയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.